നാഷണലിസ്റ്റ് ലേബർ കോൺഗ്രസ് NLCയുടെ ചുമട്ടുതൊഴിലാളി ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം രാവിലെ 10:30 നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP സംസ്ഥാന ട്രഷറർ PJ കുഞ്ഞുമോൻ നിർവഹിച്ചു. ശിലാസ്ഥാപനത്തിനു ശേഷം കൂത്താട്ടുകുളത്തെ വിമുക്ത ഭടന്മാരുടെ ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MM അശോകൻ അധ്യക്ഷത വഹിച്ചു. സ്ഥലവും ഒക്കെ വർഷങ്ങളായി ഉള്ളപ്പോൾ ഏതാണ്ട് 50 വർഷക്കാലമായി കൂത്താട്ടുകുളം പ്രദേശത്ത് ചുമട്ട് തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ മാറി മാറി പ്രവർത്തകർ വന്നുവെങ്കിൽ പോലും സ്ഥിരമായ ഒരു സംവിധാനം ഈ ട്രേഡ് യൂണിയൻ പണ്ട് INTUC ആയും അതിനുശേഷം INLC ആയും ഇപ്പോൾ NLC ആയി മാറിയ എൻ്റെ പ്രിയപ്പെട്ട ചുമട്ട് തൊഴിലാളികൾ അവർക്ക് കയറിയിരിക്കുവാൻ ഇക്കാലം അത്രയും ഏതാണ്ട് 10-12ഓളം വാടക കെട്ടിടങ്ങളിലായിരുന്നു നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് NCPയും അതുപോലെ NLC. എന്നിരുന്നാലും ഈ പ്രദേശത്തെ നാട്ടുകാരുടെയും അതേപോലെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും ഒക്കെ സഹകരണത്തോടെ NCP സംസ്ഥാന ട്രഷറർ PJ കുഞ്ഞുമോൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിപാടി നമ്മളൊരു ബിൽഡിംഗ് വെക്കാമോ എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ശൺമുഖദാസ് പഠന കേന്ദ്രം എന്ന് പറയുന്നൊരു കോഴിക്കോട് ആസ്ഥാനമാക്കി ശൺമുഖദാസിന്റെ പേരിൽ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഞാനും മന്ത്രി ചെയർമാനുമാണ്. ഞങ്ങൾക്ക് പോലും സ്വന്തമായിട്ട് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇത്ര ഞങ്ങളുടെ ഇടയിലുള്ളത് മന്ത്രിയായ K കൃഷ്ണൻകുട്ടി അങ്ങനെയുള്ള പലരും ഞങ്ങളുടെ മെമ്പറായിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലും ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ചന്ദ്രശേഖരൻ കൂത്താട്ടുകുളത്ത് NLC യൂണിയൻ രൂപം കൊണ്ടിട്ട് 50 വർഷം പൂർത്തിയാകുന്നു. ഈ അവസരത്തിൽ ഈ കാലമത്രയും വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന യൂണിയൻ സ്വന്തമായി വാങ്ങിയ 6 സെന്റ് സ്ഥലത്ത് സ്വന്തം ഓഫീസ് കെട്ടിടം പണി തുടങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് മുഖ്യപ്രഭാഷണത്തിൽ NLC സംസ്ഥാന പ്രസിഡന്റും കേരള ഖാദി ബോർഡ് മെമ്പറുമായ K ചന്ദ്രശേഖരൻ അറിയിച്ചു. ഈ കല്ല് എന്നോട് കുഞ്ഞോടെടുപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് 76 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 28 തൊഴിലാളികൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കൊടി പിടിച്ചവർ ഇതിനുവേണ്ടി ചുമടെടുത്തവർ നമ്മുടെ ഒപ്പം അവരെല്ലാം മരണമാണ്. എന്നെക്കാൾ പ്രായമുള്ള എത്രയോ കാരണവന്മാരായിരുന്നറിയാവോ ഞാൻ 1982 ഇതിൻ്റെ പ്രസിഡന്റായിരുന്നു. എത്രയോ പേരുടെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും വിലയാണ് ഈ പ്രസ്ഥാനം ഇതിലൂടെ പിടിച്ചിരിക്കുന്നത്. ഇന്ന് ചുമട്ടുകാരെന്ന് പറയുന്ന നിലയും വിലയുള്ളവരാണ്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കുന്ന പോലെ മാസം ശമ്പളം മേടിക്കുന്നവർ അന്നൊന്ന് പണിയുന്ന പൈസ അവർ വീട്ടിൽ പോക്കറ്റുകളല്ല, അതെല്ലാം ഫാമിലി ബോർഡിലേക്ക് അടച്ചിട്ട് ആ പൈസ എല്ലാ മാസവും കൃത്യമായിട്ട് അവർക്ക് ശമ്പളമായി കിട്ടുക. ശമ്പളമായി കിട്ടുമ്പോൾ എന്താ, ജീവിതത്തിൽ തന്നെ കുടുംബത്തിൽ തന്നെ ഒരു സാമ്പത്തിക ടൈം ടേബിൾ ഉണ്ടാവുക. സാമ്പത്തിക ടൈം ടേബിൾ എന്ന് വെച്ചാൽ ഈ മാസം 20,000 രൂപ ശമ്പളം കിട്ടും, 10,000 രൂപ പലചരക്കടെ, 5,000 രൂപ അങ്ങനെ ജീവിതത്തിൽ ഒരു അടുക്കും കിട്ടുകയും സാമ്പത്തിക രംഗത്തുണ്ടായി. ഇന്ന് ഉദ്ദേശിക്കുന്ന പോലെ പഴയ ചുമട്ടുകാരെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മടക്കി കുത്തി അണ്ടർവെയർ വരെ കാണിക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചുമട്ടുകാരെന്ന് പറയുന്നത് SSLC മുതൽ pre-degree മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരാണ് നമ്മുടെ യൂണിയനുകളുള്ളത്. അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിലും സംസ്കാരത്തിലും ഒക്കെ ആ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂത്താട്ടുകുളത്തെ കച്ചവടക്കാർ നമ്മളോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന കൂത്താട്ടുള്ള കച്ചവടക്കാരാണ്. CATUവിൻ്റെയും AITUCയുടെയും തൊഴിലാളികൾ ഒറ്റ മനയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. NLCക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി AITUCയും CATUയുടെ ഉള്ളത്, അവർക്കുണ്ടായി ഞങ്ങളുടെ ഇടപെടും. അങ്ങനെ ഒരു അമ്മയുടെ മക്കൾ പോലെ പിടിക്കുന്ന കൊടി മുഖമാണെങ്കിലും ഞങ്ങളുടെ മുദ്രാവാക്യവും സ്വഭാവം എല്ലാം കൊണ്ടുവരികയാണ്. മുൻ ദേവസ്വം ബോർഡ് മെമ്പറും NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VG രവീന്ദ്രൻ, NCP ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ്, മുരളി പുത്തൻവേലി, രാജു തെക്കൻ, ബൈജു ചാക്കോ, PM ഷൈൻ, മർക്കോസ് ജോയ്, ജോമോൻ കുര്യാക്കോസ്, ഫെബീഷ് ജോർജ്, PG അനിൽകുമാർ, KR സോമൻ, അഡ്വക്കേറ്റ് രാമൻ മാസ്റ്റർ, KM പ്രശാന്ത്, P തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു.